കാൻഡർവില്ലയിലെ പ്രേതം തുടർച്ച ഭാഗം 5. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിനം വിർജീനിയ ബ്രോക്കലി പുൽമേടയിൽ കുതിരയോടിച്ച് നടക്കുമ്പോൾ ഒരു മുൾച്ചെടിയിൽ ഉടക്കി അവളുടെ വേഷം കീറി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുൻവശത്തുകൂടി കയറുന്നതിന് പകരം പിറകിലത്തെ ഗോവണി വഴി കയറി കീറിയ വേഷം ആരും കാണാതെ മുറിയിലെത്താം എന്നവൾ കണക്കുകൂട്ടി. പഴയ സാധനങ്ങൾ കൂട്ടിയിടുന്ന മുറിയുടെ മുന്നിലൂടെ നടന്നപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ട് നോക്കിയ അവൾ അവിടെ ജനലിൽ ആരോ ഇരിക്കുന്നത് കണ്ടു. അത് തന്റെ അമ്മയുടെ വേലക്കാരിയാണെന്ന് കരുതി അവൾ അകത്തേക്ക് തലയിട്ട് തന്റെ ഉടുപ്പ് തുന്നിത്തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അകത്തിരുന്നയാളെ കണ്ടപ്പോൾ അവൾക്ക് അമ്പരപ്പ് അടക്കാൻ കഴിഞ്ഞില്ല. അത് കാൻഡർവില്ലയിലെ പ്രേതമായിരുന്നു. ജനാലയ്ക്കരികിലിരുന്ന് മരങ്ങളിൽ നിന്ന് വീഴുന്ന പഴുത്ത ഇലകളെയും മുറ്റത്ത് കാറ്റിൽ നൃത്തം ചെയ്യുന്ന കരിയിലകളെയും നോക്കി ഇരിക്കുകയായിരുന്നു അയാൾ. കൈകളിൽ തലയും താങ്ങിയിരിക്കുന്ന അയാളുടെ മുഖത്തെ ആകെയുള്ള ഭാവം നിരാശയുടേതായിരുന്നു. ഏകാന്തനും വിഷാദമോഹനുമായ അയാളെ അവിടെ കണ്ടപ്പോൾ ആദ്യം ഓടി രക്ഷപ്പെട്ടു തന്റെ മുറിയിൽ കയറി വാതിലടയ്ക്കാനാണ് വിർജീനിയയ്ക്ക് തോന്നിയതെങ്കിലും ദയ തോന്നിയ അവൾ അയാളെ ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചു. അവളുടെ പാദപതന ശബ്ദം വളരെ മെല്ലെയായിരുന്നതിനാലും അയാളുടെ ദൈന്യത അത്രയും ഗാഠമായിരുന്നതിനാലും അവളുടെ സാന്നിധ്യം അയാൾ അറിഞ്ഞതേയില്ല. എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥയിൽ ദുഃഖമുണ്ട്, അവൾ പറഞ്ഞു. നാളെ എന്റെ സഹോദരന്മാർ എറ്റനിലേക്ക് പോവുകയാണ്. തുടർന്ന് നിങ്ങൾ നന്നായി പെരുമാറിയാൽ ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എന്നോട് നന്നായി പെരുമാറാൻ പറയുന്നത് ബാലിശമാണ്. അയാൾ ആശ്ചര്യത്തോടെ തന്റെ അടുത്ത് വരാൻ ധൈര്യം കാട്ടിയ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി. തികച്ചും ബാലിശം. ഞാനെന്റെ ചങ്ങല കുലുക്കുകയും താക്കോൽ പഴുതിലൂടെ അലറുകയും രാത്രിയിൽ ഇടനാഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നതിനാണ് നീ അർത്ഥമാക്കിയതെങ്കിൽ എന്റെ അസ്തിത്വം, നിലനിൽപ്പ് എല്ലാം അതിലൂടെയാണ്. അത് നിർത്തിയാൽ പിന്നെ ഞാനില്ല. അതൊന്നും നിലനിൽപ്പിന്റെ കാരണമേയല്ല. മാത്രമല്ല, നിങ്ങൾ വളരെ ക്രൂരമായാണ് പെരുമാറുന്നത്. നിങ്ങൾ സ്വന്തം ഭാര്യയെ കൊന്നയാളാണെന്ന് മിസ്സിസ് ഒമ്നേയ് പറഞ്ഞല്ലോ. ശരിയാണ്, ഞാനത് സമ്മതിക്കുന്നു, പ്രേതം ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ അതെന്റെ കുടുംബകാര്യമാണ്. അതിലാരും ഇടപെടണ്ട. ആരെയെങ്കിലും കൊല്ലുന്നത് വളരെ മോശമാണ്. ദയാലുവും ഈശ്വരവിശ്വാസിയുമായ വിർജീനിയ പതുക്കെ പറഞ്ഞു. ഞാൻ ഈ വില കുറഞ്ഞ മൂല്യബോധത്തെയും സദാചാര മൂല്യങ്ങളെയും വെറുക്കുന്നു. എന്റെ ഭാര്യ ഒരു മടിച്ചിയായിരുന്നു. എന്റെ വസ്ത്രങ്ങൾ അവൾ ഒരിക്കലും നന്നായി കഞ്ഞിമുക്കി തേച്ചില്ല. പാചകത്തെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വെച്ച് ഞാനൊരു മാനിനെ വെടിവെച്ച് കൊണ്ടുവന്നു. അവൾ അതിനെ കറിവെച്ചു, വായിൽ വെക്കാൻ കൊള്ളാത്ത തരത്തിൽ. പിന്നെ ഞാൻ അവളെ കൊല്ലുകയല്ലാതെ എന്തു ചെയ്യും? ഞാൻ അവളെ കൊന്നെങ്കിലും അവളുടെ സഹോദരന്മാർ എന്നെ പട്ടിണിക്കിട്ട് കൊന്നത് ശരിയാണോ? പട്ടിണിക്കിട്ട് കൊന്നെന്നോ? ഓഹ് മിസ്റ്റർ പ്രേതം. ഓ സോറി മിസ്റ്റർ സൈമൺ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്റെ കയ്യിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ട്. ഞാനത് എടുത്തിട്ട് വരട്ടെ? വേണ്ട, നന്ദി. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഏതായാലും നീ ചോദിച്ചല്ലോ. നിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരെക്കാൾ നല്ലവളാണ് നീ. അവർ ഭയങ്കരന്മാരും വൃത്തികെട്ടവന്മാരുമാണ്. നിർത്തൂ, വിർജീനിയ കാൽ നിലത്തടിച്ചുകൊണ്ട് പറഞ്ഞു. വൃത്തികെട്ടവനും ഭയങ്കരനും കള്ളനുമെല്ലാം നിങ്ങളാണ്. നിങ്ങളെന്റെ പെയിന്റ് കട്ടെടുത്തു. ആ വൃത്തികെട്ട രക്തക്കറ അവിടെ നിലനിർത്താൻ വേണ്ടി ആദ്യം നിങ്ങളെന്റെ ചുവപ്പ് പെയിന്റ് മുഴുവൻ എടുത്തു. ചുവപ്പ് പെയിന്റില്ലാതെ ഒരു സൂര്യോദയമോ സൂര്യാസ്തമയമോ എനിക്ക് എങ്ങനെ പെയിന്റ് ചെയ്യും? പിന്നെ നിങ്ങളെന്റെ പച്ചയും മഞ്ഞയും പെയിന്റെല്ലാം എടുത്തുകൊണ്ടുപോയി. ഇനി ബാക്കിയുള്ളത് നീലയും വെള്ളയും മാത്രം. ഇനി എനിക്ക് നിലാവ് മാത്രമേ വരയ്ക്കാനാവൂ. അത് കാണാൻ ഭംഗിയുമില്ല, വരയ്ക്കാൻ എളുപ്പവുമല്ല. ഞാൻ ഇതുവരെ നിങ്ങളെയൊന്നും പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പച്ച നിറമുള്ള രക്തത്തെക്കുറിച്ച്? അവൾ ദേഷ്യത്തോടെ പറഞ്ഞ് നിർത്തി. ശരിയാണ്, ദുർബല ശബ്ദത്തിൽ പ്രേതം പറഞ്ഞു. ഞാനെന്ത് ചെയ്യും പിന്നെ? ഇക്കാലത്ത് യഥാർത്ഥ രക്തം ലഭിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണെന്നോ? നിന്റെ സഹോദരൻ പാരഗൺ ഡിറ്റർജന്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നിന്റെ പെയിന്റ് എടുക്കുകയല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ രക്തത്തിന്റെ നിറം, അതൊരു കാര്യമേയല്ല. ഉദാഹരണത്തിന് കാൻഡർവില്ല പ്രഭുക്കൾ നീലരക്തമുള്ളവരാണ്. ഇംഗ്ലണ്ടിൽ ഏറ്റവും നല്ല നീലരക്തമുള്ളവർ. പക്ഷേ നിങ്ങൾ അമേരിക്കക്കാർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളെയല്ല. അമേരിക്കയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം?
നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അമേരിക്കയിലേക്ക് കുടിയേറുകയാണ്. നിങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ അച്ഛനും വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ പ്രേതങ്ങൾക്ക് നല്ല നികുതി അടയ്ക്കേണ്ടി വരും. പക്ഷേ കസ്റ്റംസ് ഓഫീസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവിടുത്തെ ഓഫീസർമാരെല്ലാം എന്റെ അച്ഛന്റെ സുഹൃത്തുക്കളാണ്. ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു വൻ വിജയമായിരിക്കും. അവിടെ ഒരു കുടുംബ പ്രേതത്തെ ലഭിക്കാനും ഒരു മുതുമുത്തച്ഛനെ ലഭിക്കാനും എത്രയോ കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കാൻ തയ്യാറാണ്. എനിക്ക് അമേരിക്ക ഇഷ്ടമല്ല, പ്രേതം വാശിയോടെ പറഞ്ഞു. ഓ, ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും, വിർജീനിയ ആക്ഷേപഭാവത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ രീതികളാണല്ലോ. എന്നാൽ ശരി, ഞാൻ പോയി അച്ഛനോട് എന്റെ ഇരട്ട സഹോദരങ്ങൾക്ക് ഒരാഴ്ച കൂടി അവധി നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടട്ടെ. വിർജീനിയ പോവാനൊരുങ്ങി. അയ്യോ വേണ്ട മിസ് വിർജീനിയ. പ്രേതം കരഞ്ഞുകൊണ്ട് അവളെ തടഞ്ഞു. ഞാനെത്ര ഏകാന്തനും ദുഃഖിതനുമാണെന്ന് കാണുന്നില്ലേ? എനിക്കെങ്ങനെ പെരുമാറണം എന്നറിയുന്നില്ല. എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അത് വിചിത്രമായിരിക്കുന്നു. കിടക്കയിൽ കിടന്ന് മെഴുകുതിരി കെടുത്തിയാൽ മതി ഉറങ്ങാൻ. ഉണർന്നിരിക്കുന്നതാണ് വിഷമം, പ്രത്യേകിച്ചും പള്ളിയിലച്ഛന്റെ പ്രസംഗം കേൾക്കുമ്പോൾ. ഉറങ്ങാൻ അങ്ങനെയൊരു വിഷമമേയില്ല. എന്തിന്? കൊച്ചുകുട്ടികൾക്ക് വരെ നന്നായി ഉറങ്ങാൻ അറിയാം. വിർജീനിയക്കത് ആശ്ചര്യമായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 300 വർഷങ്ങളായി ഉറങ്ങിയിട്ടേയില്ല, അയാൾ സങ്കടത്തോടെ പറഞ്ഞു. വിർജീനിയയുടെ സ്വതവേ വിടർന്ന നീലക്കണ്ണുകൾ വീണ്ടും വിടർന്നു. 300 വർഷമായി ഞാനൊന്നുറങ്ങിയിട്ട് ഞാനെത്ര ക്ഷീണിതനാണെന്നോ? പ്രേതം ആവർത്തിച്ചു. വിർജീനിയ പെട്ടെന്ന് നിശബ്ദയായി. അവളുടെ ചുണ്ടുകൾ റോസാദലങ്ങളെ പോലെ വിറകൊണ്ടു. അവൾ അയാളുടെ അടുത്ത് വന്ന് മുട്ടുകുത്തി. അയാളുടെ വിരൂപമായ മുഖത്തേക്ക് ദയയോടെ നോക്കി. പാവം പാവം പ്രേതം, അവൾ പിറുപിറുത്തു. നിങ്ങൾക്കുറങ്ങാൻ ഇവിടെ സ്ഥലമില്ലേ? ഉണ്ട്, കുറെ ദൂരെ, ആ കാണുന്ന പൈൻമരങ്ങൾക്കപ്പുറത്ത്. അയാൾ ദൂരേക്ക് കൈ ചൂണ്ടി പതുക്കെ സ്വപ്നാടനത്തിലെന്ന വണ്ണം പറഞ്ഞു. അവിടെയൊരു കൊച്ചു പൂന്തോട്ടമുണ്ട്. അവിടെ പുല്ലുകൾ തഴച്ചു വളരുന്നു. ഹെംലോക്ക് പുഷ്പങ്ങൾ കൊണ്ട് അവിടമാകെ നിറഞ്ഞിരിക്കുന്നു. രാത്രി മുഴുവൻ വാനമ്പാടികൾ അവിടെ പാടിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ രാത്രി മുഴുവൻ താഴേക്ക് നോക്കി നിൽക്കും. അവിടെ ഉറങ്ങുന്നവരെ മുഴുവൻ അവിടെയുള്ള വലിയ മരങ്ങൾ തങ്ങളുടെ നീണ്ട കൈകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കും. വിർജീനിയയുടെ മിഴികൾ നിറഞ്ഞു തുളമ്പി. തന്റെ മുഖം അവൾ കൈകൾ കൊണ്ട് പൊത്തി. നിങ്ങൾ പറയുന്നത് മരണത്തിന്റെ പൂന്തോട്ടത്തെക്കുറിച്ചാണല്ലോ? അവൾ പതുക്കെ ചോദിച്ചു. അതെ, മരണം. മരണം എത്ര സുന്ദരമായിരിക്കും. നിശബ്ദത മാത്രം ശ്രവിച്ച് മുകളിൽ തലയാട്ടുന്ന പുല്ലുകളുമായി ഇളം തവിട്ടു നിറമുള്ള മൃദുലമായ മണ്ണിലിറങ്ങാൻ എന്തു സുഖമായിരിക്കും. ഇന്നലകൾ അറിയാതെ, നാളെകൾ അറിയാതെ, സമയം മറന്ന്, ജീവിതം മറന്ന്, സമാധാനത്തിൽ ലയിച്ചെങ്ങനെ ഉറങ്ങുക. നിനക്കെന്നെ സഹായിക്കാൻ കഴിയും. മരണത്തിന്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കാൻ നിനക്ക് കഴിയും. കാരണം സ്നേഹം നിന്നോടൊപ്പമാണ്. സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ്. വിർജീനിയ ഞെട്ടിപ്പോയി. ഒരു തണുത്ത വിറയൽ അവളിലൂടെ പാഞ്ഞു. നിമിഷങ്ങളോളം അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. താൻ ഒരു ദുസ്വപ്നം കാണുകയാണെന്ന് അവൾക്ക് തോന്നി. പ്രേതം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി, ഒരു ദീർഘനിശ്വാസം പോലെ. നീ എപ്പോഴെങ്കിലും ലൈബ്രറി ജനാലയിലെ പ്രവചനം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇടയ്ക്കിടെ ഞാനത് വായിക്കാറുണ്ട്, ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് നന്നായി അറിയാം. അത് കറുത്ത അക്ഷരത്തിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആകെ 6 വരികളാണ്. പാപത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് സുവർണ ബാലിക പ്രാർത്ഥന നേടുമ്പോൾ, നഗ്നയായ ആൽമണ്ട് മരം പൂക്കുമ്പോൾ, ഒരു കൊച്ചുകുട്ടി കണ്ണീർ വാർക്കുമ്പോൾ, അപ്പോൾ ഈ ഗ്രഹം ശാന്തമാവും. കാൻഡർവില്ലയിലെ സമാധാനം പുലരും. പക്ഷേ അതിന്റെ അർത്ഥമെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിന്റെ അർത്ഥമെന്തെന്നോ? സങ്കടത്തോടെ അയാൾ പറഞ്ഞു. അതായത് എന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ കരയണം. കാരണം എനിക്ക് കണ്ണീരില്ല. എനിക്ക് വിശ്വാസമില്ലാത്തതിനാൽ എന്റെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ മരണത്തിന്റെ വേദന എന്നിൽ കരുണ കാണിക്കും. നീ ഇരുട്ടിൽ ഭീകരരൂപങ്ങൾ കാണും. ക്രൂര ശബ്ദങ്ങൾ നിന്റെ ചെവികളിൽ മന്ത്രിക്കും. പക്ഷേ നിന്നെ അപായപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല. കാരണം ഒരു കൊച്ചുകുട്ടിയുടെ നൈർമല്യത്തെ എതിരിടാൻ നരകദേവതകൾക്ക് കഴിയില്ല. വിർജീനിയ ഉത്തരം പറഞ്ഞില്ല. പ്രേതം തന്റെ 2 കൈയും നിരാശയാൽ കൂട്ടിത്തിരുമിക്കൊണ്ട് അവളുടെ സ്വർണ്ണ തലമുടിയിലേക്ക് ഉറ്റുനോക്കി.
പെട്ടെന്നവൾ ചാടി എഴുന്നേറ്റു. വിളറിയ മുഖം, കണ്ണുകളിൽ ഒരു പ്രത്യേക വെളിച്ചവുമായി. എനിക്ക് ഭയമില്ല എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ മാലാഖയോട് താങ്കളുടെ മേൽ കൃപ ചൊരിയാൻ ആവശ്യപ്പെടാം. ആഹ്ലാദത്തിന്റേതായ ഒരു നിലവിളിയോടെ അയാൾ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവളുടെ കൈയിലെടുത്ത് പഴയ രീതിയിൽ അതിനെ വണങ്ങി ചുംബിച്ചു. അയാളുടെ വിരലുകൾ ഐസ് പോലെ തണുത്തിരുന്നു. ചുണ്ടുകൾ കനൽ പോലെ ചൂടുള്ളതായിരുന്നു. പക്ഷേ വിർജീനിയയ്ക്ക് അറപ്പ് തോന്നിയില്ല. ആ പൊടി പിടിച്ച മുറിയിലൂടെ അയാൾ അവളുടെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങി. ചിത്രത്തുന്നൽ ചെയ്ത തുണിയിൽ തുന്നിപ്പിടിപ്പിച്ച കൊച്ചു വേട്ടക്കാർ അവളെ കൈവീശി വിലക്കി. വിർജീനിയ, പോകരുത്, പോകരുത്, അവർ കരഞ്ഞു. തിരിച്ചു പോകൂ. പക്ഷേ ആ പ്രേതം അവളുടെ കയ്യിൽ കൂടുതൽ മുറുക്കി പിടിച്ചു. അവൾ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചു. ഭയങ്കരന്മാരായ ജീവികളും പല്ലുകളും തുറിച്ച കണ്ണുകളും ഇരുട്ടിൽ നിന്നും അവളുടെ നേരെ വരുന്നതായി തോന്നി. അവ അവളോട് പിറുപിറുത്തു. ശ്രദ്ധിക്കൂ കൊച്ചു വിർജീനിയ, ശ്രദ്ധിക്കൂ, നമ്മളിനി ഒരിക്കലും കാണില്ല. പ്രേതം അവളെയും കൊണ്ട് കൂടുതൽ വേഗത്തിൽ പാഞ്ഞു. വിർജീനിയ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ആ മുറിയുടെ അവസാനമെത്തിയപ്പോൾ അയാൾ നിന്നു. എന്തോ വാക്കുകൾ ചുണ്ടുകൾക്കിടയിലൂടെ അവൾക്ക് മനസ്സിലാവാത്ത വിധത്തിൽ ഉച്ചരിച്ചു. കണ്ണു തുറന്ന അവൾ കണ്ടത് ഇരുഭാഗത്തെയും തെന്നി നീങ്ങുന്ന ചുവരാണ്. ഒരു മൂടൽമഞ്ഞ് പോലെ മുന്നിൽ ഒരു ഇരുണ്ട ഗുഹ തെളിഞ്ഞു വന്നു. ഒരു തണുത്ത കാറ്റ് അവളെ ചൂടുന്നു. എന്തോ തന്നെ അതിനെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വേഗം വേഗം, സൈമൺ തിരക്ക് കൂട്ടി, അല്ലെങ്കിൽ വൈകും. ഭാഗം 6. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചായക്കുള്ള മണി മുഴങ്ങി. വിർജീനിയ ചായ കുടിക്കാൻ വരാത്തതിനാൽ മിസിസ് ഓട്ടിസ് ഒരു വേലക്കാരനെ മുകളിലേക്ക് അയച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്ന് വിർജീനിയ മുറിയിലില്ലെന്ന് അറിയിച്ചു. ഡിന്നർ ടേബിളിലേക്ക് പുഷ്പങ്ങൾ പറിക്കാൻ പോകുന്ന ശീലം വിർജീനിയയ്ക്കുള്ളതിനാൽ ആദ്യം മിസിസ് ഓട്ടിസ് ഭയപ്പെട്ടില്ല. പക്ഷേ 6 മണി കഴിഞ്ഞും അവളെ കാണാതായപ്പോൾ അവർക്ക് വിഷമമായി. കുട്ടികളെ അവളെ നോക്കി വരാൻ പറഞ്ഞയച്ചു. അവരും ഭർത്താവും ചേർന്ന് ബംഗ്ലാവിലെ ഓരോ മുറിയിലും അവളെ തിരഞ്ഞു. 6:30 കുട്ടികൾ തിരിച്ചുവന്ന് വിർജീനിയയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല എന്നറിയിച്ചു. ആകെ പരിഭ്രമിച്ചുപോയ അവർക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ജിപ്സികൾക്ക് പാർക്കിൽ ക്യാമ്പ് ചെയ്യാൻ അനുവാദം നൽകിയ കാര്യം മിസ്റ്റർ ഓട്ടിസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് തന്നെ മകൻ വാഷിംഗ്ടണും മറ്റും 2 വേലക്കാരോടൊപ്പം പാർക്കിലേക്ക് പുറപ്പെട്ടു. പരിഭ്രമം കൊണ്ട് ഭ്രാന്തനെ പോലെ പെരുമാറിയ ചെഷയറിലെ ഡ്യൂക്ക് സെസിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ കെഞ്ചിയെങ്കിലും ഓട്ടിസ് ചെവി കൊണ്ടില്ല. ജിപ്സികളുമായി വല്ല തരത്തിലും വാക്കേറ്റമുണ്ടായാൽ സെസിലിനെ അതിൽ ഉൾപ്പെടുത്തരുതെന്ന് കരുതിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പക്ഷേ പാർക്കിലെത്തിയപ്പോൾ ജിപ്സികൾ സ്ഥലം വിട്ടതായി അവർക്ക് മനസ്സിലായി. ജിപ്സികൾ അവിടം വിട്ടു പോയത് വളരെ തിടുക്കത്തിലാണെന്ന് അവർ നിരീക്ഷിച്ചു. അടുപ്പിൽ തീ അപ്പോഴും എരിഞ്ഞുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പുല്ലിൽ കണ്ടു. വാഷിംഗ്ടണെയും വേലക്കാരെയും വഴിയിൽ തിരച്ചിൽ നടത്താൻ പറഞ്ഞുവിട്ട ശേഷം മന്ത്രി വീട്ടിലേക്ക് ഓടിയെത്തി. രാജ്യത്തെ മുഴുവൻ പോലീസ് ഓഫീസർമാർക്കും വിവരത്തിന് കമ്പിയടിച്ചു. ഒരു കൊച്ചു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയതായി സംശയിക്കുന്നതായുള്ള വിവരവും കൊണ്ട് കമ്പി പറന്നു. ഭാര്യയോടും മക്കളോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ശേഷം ഒരു കുതിരക്കാരനെയും കൊണ്ട് ആസ്റ്റക്ക് റോഡിലേക്ക് പോയി. അല്പദൂരം പോയപ്പോൾ ആരോ തന്നെ പിന്തുടരുന്നതായി തോന്നി. തിരിഞ്ഞു നോക്കി. തന്റെ കൊച്ചു കുതിരപ്പുറത്ത് വരുന്ന സെസിലിനെ കണ്ട് അദ്ദേഹം തന്റെ കുതിരയെ നിർത്തി. സെസിൽ കരച്ചിലിന്റെ വക്കത്തെത്തിയിരുന്നു. എന്നോട് ക്ഷമിക്കണം മിസ്റ്റർ ഓട്ടിസ്, ദേഷ്യപ്പെടരുത്. വിർജീനിയെ കണ്ടെത്താതെ എനിക്ക് ഭക്ഷണം കഴിക്കാനാവില്ല. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എന്നെ തിരിച്ചയക്കരുത്. ദയവ് ചെയ്ത് എന്നെയും താങ്കളുടെ കൂടെ കൂട്ടണം. വിർജീനിയയോടുള്ള അവന്റെ സ്നേഹം മന്ത്രിയുടെ മനസ്സിൽ തട്ടി. അവന്റെ സംസാരം കേട്ട് അയാൾക്ക് മന്ദഹസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ കുതിരയുടെ പുറത്തുനിന്ന് മുന്നോട്ടാഞ്ഞ് അവന്റെ തോളിൽ പതുക്കെ തട്ടിയിട്ട് പറഞ്ഞു, നന്നായി സെസിൽ, നീ തിരിച്ചു പോവാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്നോടൊപ്പം വരൂ. പക്ഷേ ആസ്റ്റക്കിൽ നിന്ന് നിനക്കൊരു തൊപ്പി വാങ്ങണം. ഓഹ്, തൊപ്പിയല്ല എനിക്ക് വേണ്ടത്, വിർജീനിയയാണ്. രണ്ടുപേരും ചിരിച്ചു. പിന്നീട് ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. അവിടെ വിർജീനിയയുടെ ലക്ഷണങ്ങൾ പറഞ്ഞ് അതുപോലെ ഇരിക്കുന്ന പെൺകുട്ടിയെ പ്ലാറ്റ്ഫോമിൽ കണ്ടിരുന്നോ എന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് അന്വേഷിച്ചു. പക്ഷേ യാതൊരു വിവരവും ലഭിച്ചില്ല.
സ്റ്റേഷൻ മാസ്റ്റർ എല്ലാ സ്റ്റേഷനിലേക്കും വിവരമറിയിച്ചു. ഇനി അങ്ങനെയൊരു കുട്ടിയെ കണ്ടാൽ വിവരമറിയിക്കാം എന്നും വാക്ക് നൽകി. കട പൂട്ടാൻ പോകുന്ന ഒരു കച്ചവടക്കാരനിൽ നിന്നും സെസിലിന് വേണ്ടി ഒരു തൊപ്പിയും വാങ്ങിയ ശേഷം അവിടെ നിന്നും 4-5 മൈൽ അകലെയുള്ള ബൈസിക്കിലി എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അത് ജിപ്സികളുടെ ഒരു സ്ഥിരം താവളമായിരുന്നു. അവിടെ എത്തി ഒരു പോലീസുകാരനെ വിളിച്ചു വരുത്തി അവിടെ മുഴുവൻ തിരഞ്ഞെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ 11 മണിയായപ്പോൾ അവർ കുതിരയെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു. ക്ഷീണിച്ച് ഹൃദയം തകർന്ന് അവർ ബംഗ്ലാവിലെത്തിയപ്പോൾ പടിപ്പുരയിൽ അവരെയും കാത്ത് വാഷിംഗ്ടണും ഇരട്ടകളും റാന്തലുമായി നിന്നിരുന്നു. ബംഗ്ലാവിൽ കൂരിരുട്ട് നിറഞ്ഞു നിന്നു. വിർജീനിയെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഹോർക്കിലി മേട്ടിൽ വെച്ച് ജിപ്സികളെ കണ്ടുവെന്നും വിർജീനിയ അവരോടൊപ്പമില്ലെന്നും വിവരം കിട്ടിയിരുന്നു. അവർ കോട്ടൺ ചന്തയുടെ ദിവസം ഓർത്തു വെച്ചത് മാറിപ്പോയെന്നും അവിടെ എത്താൻ വൈകുമെന്ന് ഭയന്നാണ് തിരക്കിട്ട് സ്ഥലം വിട്ടതെന്നും അവർ പറഞ്ഞു. മാത്രമല്ല, അവർക്ക് പാർക്കിൽ അനുവാദം നൽകിയ മിസ്റ്റർ ഓട്ടിസിന്റെ മകളെ കാണാതായതിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ടായി. വിർജീനിയയെ തിരക്കാൻ അവരിൽ 4 പേർ അവിടെ തന്നെ കൂടി. കുളങ്ങളിലും കിണറുകളിലും ആളുകൾ ഇറങ്ങിത്തിരഞ്ഞു. ബംഗ്ലാവിലെ ഓരോ മുറിയും വിശദമായി പരിശോധിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ആ രാത്രിയിൽ വിർജീനിയ എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെട്ടു എന്നത് ഉറപ്പായിരുന്നു. ഓട്ടിസും കുട്ടികളും നിശബ്ദരായി വീട്ടിനകത്തേക്ക് നടന്നു. അവിടെ ലൈബ്രറിക്കകത്ത് ഒരു കൂട്ടം പേടിച്ചരണ്ട വേലക്കാർക്ക് നടുവിൽ നെറ്റിയിൽ യൂഡിക്കോളോൺ പുരട്ടി പരിഭ്രമവും ആകാംക്ഷയും കൊണ്ട് മനസാന്നിധ്യം നഷ്ടപ്പെട്ട പോലെ തോന്നിച്ച മിസ്സിസ് ഓട്ടിസ് കിടന്നു. എന്തെങ്കിലും കഴിക്കാൻ ഓട്ടിസ് അവരെ നിർബന്ധിച്ചു. എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ വേലക്കാരോട് അദ്ദേഹം ആജ്ഞാപിച്ചു. ആരും ഒരക്ഷരം ശബ്ദിക്കാതെ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി. എന്തിന്, ഇരട്ടകൾ പോലും വാ തുറന്നില്ല. അവർ തങ്ങളുടെ സഹോദരിയെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. ഇന്ന് രാത്രി നമുക്കൊന്നും ചെയ്യാനില്ല. നാളെ രാവിലെ സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്നും കുറച്ച് ഡിറ്റക്റ്റീവുകളെ അയച്ചു തരാൻ ആവശ്യപ്പെടാം. ഇപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങൂ, മിസ്റ്റർ ഓട്ടിസ് പറഞ്ഞു. ഒന്നുകൂടി പുറത്ത് തിരയാമെന്ന് സെസിൽ പറഞ്ഞു നോക്കിയെങ്കിലും മിസ്റ്റർ ഓട്ടിസ് സമ്മതിച്ചില്ല. അവർ ആ ഭക്ഷണമുറിയിൽ നിന്നും പുറത്തു വന്നപ്പോഴേക്കും പാതിരാമണി അടിക്കാൻ തുടങ്ങിയിരുന്നു. അതിന്റെ അവസാനത്തെ മണി മുഴങ്ങിയതും എന്തോ തകർന്നു വീഴുന്ന ശബ്ദത്തോടൊപ്പം വല്ലാത്ത ഒരലർച്ച മുഴങ്ങി. അതിശക്തമായ ഒരു ഇടിമുഴക്കത്തിൽ വീട് വിറങ്ങലിച്ചു. അലൗകികമായ ഒരു സംഗീതം വായുവിൽ ഒഴുകി. മരഗോവണിയുടെ ഒരു പലക പറന്നു വന്നു. അതിന്മേൽ വിളറിയ മുഖവുമായി കയ്യിലൊരു ചെറിയ പെട്ടിയുമായി വിർജീനിയ നിന്നിരുന്നു. ഒരു നിമിഷം അവരെല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. മിസ്സിസ് ഓട്ടിസ് അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു. സെസിൽ ആൾക്കൂട്ടത്തിലാണെന്ന് കണക്കാക്കാതെ അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. ഇരട്ടകൾ അവർക്ക് ചുറ്റും വന്യനൃത്തം ചവിട്ടി. ദൈവത്തിന് നന്ദി എന്റെ കുട്ടി, നീ എവിടെയായിരുന്നു? മിസ്സിസ് ഓട്ടിസ് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അദ്ദേഹം കരുതിയത് അവൾ എവിടെയോ ഒളിച്ചിരുന്ന് അവരെ വിഡ്ഢികളാക്കുകയായിരുന്നു എന്നാണ്. ഞാനും സെസിലും നിനക്ക് വേണ്ടി ഈ നാട് മുഴുവൻ തിരഞ്ഞു നടന്നു. നിന്റെ അമ്മ ഭയം കൊണ്ട് മരിക്കാറായി. ഇനി ഒരിക്കലും ഇത്തരം തമാശകൾ ആവർത്തിക്കരുത്, അദ്ദേഹം അവളെ താക്കീത് ചെയ്യുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പ്രേതത്തിനോട് മാത്രം കളിക്കാം, പ്രേതത്തിനോടൊപ്പം മാത്രം. ഇരട്ടകൾ നൃത്തം ചെയ്തുകൊണ്ട് കൂകി വിളിച്ചു. എന്റെ പൊന്നെ, നിന്നെ കണ്ടു കിട്ടിയല്ലോ. ഇനി ഒരിക്കലും നീ എന്നെ വിട്ടു പോകരുത്. അവളെ ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ചുകൊണ്ട് മിസ്സിസ് ഓട്ടിസ് പിറുപിറുത്തു. അവളുടെ സ്വർണ്ണ തലമുടി അവർ മെല്ലെ തലോടി. അച്ഛ, വിർജീനിയ ശാന്തയായി പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രേതത്തോടു കൂടിയായിരുന്നു. അയാൾ മരിച്ചു. നിങ്ങൾ എന്നോടൊപ്പം വന്ന് അയാളെ കാണണം. അയാൾ വളരെ ക്രൂരനായിരുന്നു. പക്ഷേ തന്റെ പാപങ്ങൾക്കെല്ലാം അയാൾ പശ്ചാത്തപിച്ചിരുന്നു. ഇന്ന് മരിക്കുന്നതിന് മുൻപ് ഈ രത്നാഭരണങ്ങൾ അയാൾ എനിക്ക് സമ്മാനിച്ചതാണ്. കുടുംബം മുഴുവൻ നിശബ്ദരായി അവളെ നോക്കി ആശ്ചര്യപ്പെട്ടു നിന്നു. പക്ഷേ വിർജീനിയ വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ പറഞ്ഞു. അവൾ അവരെ ചുവരിലെ ഒരു രഹസ്യ മാർഗത്തിലൂടെ ഒരു ഇടനാഴിയിലേക്ക് കൊണ്ടുപോയി. വാഷിംഗ്ടൺ ഒരു മെഴുകുതിരിയുമായി അവരെ പിന്തുടർന്നു. അവസാനം അവർ തുരുമ്പിച്ച വലിയ ആണികൾ അടിച്ച വലിയൊരു ഓക്കുമര വാതിലിന് അടുത്തെത്തി. വിർജീനിയ തൊട്ടപ്പോൾ അത് തുരുമ്പിച്ച വിജാഗിരികളിൽ തിരിഞ്ഞ് മലർക്കെ തുറന്നു. അതൊരു ചെറിയ കിളിവാതിൽ മാത്രമുള്ള ഒരു കൊച്ചുമുറിയായിരുന്നു. ചുവരിൽ ഉറപ്പിച്ച ഒരു വലിയ വളയത്തിൽ ഘടിപ്പിച്ച ചങ്ങലകളിൽ ഒരു വലിയ അസ്ഥികൂടം നിലത്ത് നീണ്ടു നിവർന്ന് കിടന്നു. അതിന്റെ നീണ്ട വിരലുകൾ കയ്യെത്താ ദൂരത്ത് വെച്ച ഭക്ഷണപാത്രവും മരത്തിന്റെ ജഗ്ഗും പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി.
ഒരു കാലത്ത് ആ ജഗ്ഗിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു എന്നതിന് തെളിവായി അതിനകത്ത് പച്ച നിറത്തിലുള്ള പായൽ ഉണങ്ങിയിരുന്നു. ആ ഭക്ഷണപാത്രത്തിൽ കുറച്ചു പൊടിയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. വിർജീനിയ ആ അസ്ഥികൂടത്തിനരികിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി നിശബ്ദമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. പ്രേതത്തിന്റെ പിറകിലുള്ള ദുഃഖകഥ അവർക്ക് മുന്നിൽ അനാവൃതമാവുകയായിരുന്നു. അതാ നോക്കൂ, ഇരട്ടകളിൽ ഒരാൾ പുറത്തു നോക്കി വിളിച്ചു പറഞ്ഞു. ആ മുറി വീടിന്റെ ഏത് ഭാഗത്താണെന്നറിയാൻ പുറത്തു നോക്കുകയായിരുന്നു അവർ. ആ ഉണങ്ങിയ ആൽമണ്ട് മരം പൂവിട്ടിരിക്കുന്നു. നിലാവിൽ അതിന്റെ പുഷ്പങ്ങൾ മുഴുവൻ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അയാളോട് ക്ഷമിച്ചു കഴിഞ്ഞു, വിർജീനിയ പതുക്കെ പറഞ്ഞു. അവൾ എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖത്ത് ഒരു മനോഹര പ്രകാശം പകർന്നു. നീയൊരു ദേവത തന്നെ. സിസിൽ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഭാഗം 7. ഈ സംഭവങ്ങൾക്ക് ശേഷം 4 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ശവഘോഷയാത്ര രാത്രി 11 മണിക്ക് കാൻഡർവില്ലെ ബംഗ്ലാവിൽ നിന്ന് പുറപ്പെട്ടു. ശവവണ്ടി വലിച്ചത് അലങ്കരിച്ച 8 കറുത്ത കുതിരകളായിരുന്നു. കാൻഡർവില്ലയുടെ മുദ്ര തുന്നിപ്പിടിപ്പിച്ച വില കൂടിയ വയലറ്റ് ശവക്കച്ച കൊണ്ട് ആ ശവമഞ്ചം മൂടിയിരുന്നു. ശവവണ്ടിയുടെ ഇരുവശത്തും കത്തിച്ചു പിടിച്ച പന്തങ്ങളുമായി വേലക്കാർ നടന്നു. ഒരു ഗംഭീര ശവഘോഷയാത്ര തന്നെയായിരുന്നു അത്. വെയിൽസിൽ നിന്ന് ശവസംസ്കാരത്തിൽ വേണ്ടി മാത്രം എത്തിയ കാൻഡർവില്ലെ പ്രഭു ആദ്യത്തെ വണ്ടിയിൽ വിർജീനിയയോടൊപ്പം ഇരുന്നു. പിറകിൽ അമേരിക്കൻ മന്ത്രിയും ഭാര്യയും, തൊട്ടുപിന്നിൽ വാഷിംഗ്ടണും സെസിലും ഇരട്ടകളും, ഒടുവിലായി മിസിസ് ഉംനെയ്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി അവളെ പ്രേതം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ അവസാനമായി അയാളെ ഒരു നോക്ക് കാണാനുള്ള അവകാശം അവർക്കുമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഒരു ശവക്കുഴി പറമ്പിന്റെ അങ്ങേയറ്റത്ത് കുഴിച്ചു. റവറന്റ് അഗസ്റ്റസ് ഡാനിയൽ ആണ് അന്ത്യകൂദാശ നടത്തിയത്. കാൻഡർവില്ലെ കുടുംബത്തിലെ ആചാരങ്ങളനുസരിച്ച് ചടങ്ങ് കഴിഞ്ഞപ്പോൾ വേലക്കാർ പന്തങ്ങൾ കുത്തിക്കെടുത്തി. ശവപ്പെട്ടി കുഴിയിലേക്കിറക്കി മൂടിയപ്പോൾ വിർജീനിയ മുന്നോട്ട് വന്ന് വെള്ളയും പിങ്കും നിറത്തിലുള്ള ആൽമണ്ട് പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ കുരിശ് അതിന്റെ മുകളിൽ വെച്ചു. മേഘങ്ങളുടെ മറവിൽ നിന്ന് അപ്പോൾ പുറത്തു വന്ന ചന്ദ്രൻ തന്റെ വെള്ളി വെളിച്ചം അവർക്കുമേൽ വിതറി. ദൂരെ നിന്ന് ഒരു വാനമ്പാടി പാടാൻ തുടങ്ങി. മരണത്തിന്റെ പൂന്തോട്ടത്തെക്കുറിച്ചുള്ള പ്രേതത്തിന്റെ വർണ്ണനകൾ അവൾ ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീട്ടിലേക്കുള്ള യാത്രയിൽ ഒരു വാക്കുപോലും സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അടുത്ത ദിവസം കാൻഡർവില്ലെ പ്രഭു തിരിച്ചു പോകുന്നതിനു മുമ്പ് വിർജീനിയയുടെ കയ്യിലുള്ള ആഭരണപ്പെട്ടിയെക്കുറിച്ച് മിസ്റ്റർ ഓട്ടിസ് അദ്ദേഹത്തോട് സംസാരിച്ചു. അവയെല്ലാം പ്രത്യേകിച്ച് വെനീഷ്യൻ രീതിയിൽ പണിത ഒരു മാണിക്യ നെക്ലേസ് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അവ അമൂല്യങ്ങളായിരുന്നു. അവ കൈവശം വയ്ക്കാൻ മകളെ അനുവദിക്കുന്നതിൽ മിസ്റ്റർ ഓട്ടിസിന് കുറ്റബോധം തോന്നി. മിസ്റ്റർ കാൻഡർവില്ലെ, ഈ ആഭരണങ്ങൾ താങ്കളുടെ പാരമ്പര്യ സ്വത്താണ്. അവ താങ്കളുടെ മാത്രം സമ്പത്തായി കണ്ട് താങ്കൾ ലണ്ടനിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ മകൾ ചെറിയ കുട്ടിയാണ്. പിന്നെ ഇത്തരം ആഡംബരങ്ങളിലൊന്നും അവൾക്ക് യാതൊരു ഭ്രമവുമില്ല എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. രത്നങ്ങളെക്കുറിച്ച് കുറച്ച് അറിവുള്ള എന്റെ ഭാര്യ പറയുന്നത് ഇവയ്ക്ക് വിലമതിക്കാനാവില്ല എന്നാണ്. ഇവ വിറ്റാൽ വളരെ വലിയ വില കിട്ടും. ഇത്രയും വിലപിടിച്ച സ്വത്തുക്കൾ കൈവശം വയ്ക്കാൻ അവളെ അനുവദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് താങ്കൾക്ക് ഊഹിക്കാമല്ലോ. മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവാണ് ഞാൻ. അതിന്റെ ലാളിത്യത്തിന് ഇതൊന്നും ചേരില്ല. ബ്രിട്ടീഷ് ആഭിജാത്യത്തിന് അത്യാവശ്യമെന്ന് തോന്നുന്ന ഇത്തരം ആഡംബരങ്ങൾ ഞങ്ങൾക്ക് ചേരില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. വിർജീനിയ വളരെ ആകാംക്ഷാഭരിതയായി കാത്തിരിക്കുകയാണ്. താങ്കളുടെ മുതുമുത്തച്ഛന്റെ ഓർമ്മയ്ക്കായി ആ പെട്ടി മാത്രം സൂക്ഷിക്കാൻ അങ്ങവളെ അനുവദിക്കുമെന്ന് അവൾ കരുതുന്നു. എന്റെ മകൾ ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ സഹാനുഭൂതിയും മമതയും കാണിക്കുന്നതിൽ എനിക്ക് അതിശയമുണ്ട്. അവൾ ജനിച്ചത് ലണ്ടനിലെ ഒരു ഗ്രാമത്തിലാണ്. ഒരു പക്ഷേ അതായിരിക്കും ഇതിനെല്ലാം കാരണം. മന്ത്രി നിർത്തി. മന്ത്രിയുടെ സത്യസന്ധമായ വിവരണം മുഴുവൻ കാൻഡർവില്ലെ പ്രഭു ഗൗരവമായി ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ തന്റെ മന്ദഹാസം മറയ്ക്കാൻ മീശയും താടിയും തടവിക്കൊണ്ടിരുന്നു. ഓട്ടിസ് പറഞ്ഞു നിർത്തിയപ്പോൾ പ്രഭു വിനയപൂർവം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, താങ്കളുടെ സുന്ദരിയായ മകൾ എന്റെ പ്രപിതാവിനെ സർ സൈമണെ മോചിതനാക്കി. അവളുടെ അത്ഭുതകരമായ ധൈര്യത്തിലും സഹാനുഭൂതിയിലും
ഞാനും എന്റെ കുടുംബവും അവളോട് എന്നും കടപ്പെട്ടിരിക്കും. ആ ആഭരണങ്ങൾ മുഴുവൻ അവളുടേതാണ്. അഥവാ അവളിൽ നിന്നും ഞാനത് വാങ്ങിക്കൊണ്ടു പോയാൽ സർ സൈമൺ വീണ്ടും കല്ലറ തുറന്ന് പുറത്തു വന്ന് എന്നെ കൊല്ലും. വിൽപത്രത്തിൽ പറയാത്തതൊന്നും തന്നെ പാരമ്പര്യ സ്വത്തല്ല. ഇങ്ങനെ കുറെ ആഭരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് പോലും ആർക്കും അറിയില്ല. നിങ്ങളുടെ പാചകക്കാരന് അതിന്മേലുള്ള അവകാശം മാത്രമേ ഇപ്പോഴെനിക്കുമുള്ളൂ. പിന്നെ വിർജീനിയ വളർന്നൊരു യുവതിയാവുമ്പോൾ അവൾ തീർച്ചയായും ആഭരണങ്ങൾ ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ മറന്നോ മിസ്റ്റർ ഓട്ടിസ്, മരസാധനങ്ങൾക്കും പ്രേതത്തിനും ഒരുമിച്ചാണ് നിങ്ങൾ വില കണക്കാക്കിയത്. അപ്പോൾ പ്രേതത്തിന്റെ സ്വത്തെല്ലാം താങ്കൾക്കായി മാറിയിരിക്കുന്നു. അപ്പോൾ സർ സൈമൺ മരിച്ചപ്പോൾ സ്വത്തെല്ലാം താങ്കൾക്കായി മാറിക്കഴിഞ്ഞു. കാൻഡർവില്ലെ പ്രഭു ആ ആഭരണങ്ങൾ അങ്ങനെ നിരസിച്ചപ്പോൾ മിസ്റ്റർ ഓട്ടിസിന് വിഷമം തോന്നി. തന്റെ തീരുമാനം മാറ്റാൻ പ്രഭുവിനെ ഏറെ നേരം നിർബന്ധിച്ചു നോക്കി. പക്ഷേ സൽസ്വഭാവിയായ ആ മനുഷ്യൻ ഒട്ടും ചലിച്ചില്ല. ഒടുവിൽ പ്രേതം വിർജീനിയയ്ക്ക് നൽകിയ സമ്മാനം കൈവശം വയ്ക്കാൻ അവളെ അനുവദിക്കാൻ തീരുമാനിച്ചു. 1890 സെസിലിന് പ്രായപൂർത്തിയായ ഉടൻ തന്നെ വിർജീനിയയുടെ വിവാഹം അവനുമായി നടത്തി. ചെഷയറിലെ പ്രഭുയായി അവൾ രാജ്ഞിയുടെ മുന്നിൽ വിവാഹ ദിവസം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളുടെ ആഭരണങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി. അവർ രണ്ടുപേരും ആ ചടങ്ങിൽ വളരെയധികം പ്രശംസ പിടിച്ചുപറ്റി. അവരുടെ ചേർച്ചയിൽ എല്ലാവരും സന്തോഷിച്ചു. വിഷമിച്ചത് ഒരാൾ മാത്രം. തന്റെ 7 പെൺമക്കളിൽ ഒരാൾക്ക് വേണ്ടി സെസിലിനെ വരയിട്ടിരുന്ന ഡബിൾ ടൺ പ്രഭി അതിനുവേണ്ടി മാത്രം 3 വൻ ഡിന്നർ പാർട്ടികളാണ് നടത്തിയത്. പക്ഷേ മിസ്സിസ് ഓട്ടിസ് അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായി സെസിലിനെ ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹം പദവികളിൽ ഭ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ആഡംബര ഭ്രമവും ആഭിജാത്യ ഭ്രമവും ഒരുവന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കും. അത്തരക്കാർ റിപ്പബ്ലിക്കൻ ലാളിത്യം മറക്കണം. പക്ഷേ സെന്റ് ജോർജ് സ്ക്വയറിലേക്ക് സർവാഭരണ വിഭൂഷിതയും സുന്ദരിയുമായ മകളുടെ കൈപിടിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ അഭിമാനിക്കുന്ന മനുഷ്യൻ വേറെ ആരുമില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ലാളിത്യവും ആഡംബരത്തിനെതിരെയുള്ള തടസ്സവാദങ്ങളും നിലനിന്നില്ല. മധുവിധ് കഴിഞ്ഞപ്പോൾ സെസിലും വിർജീനിയയും കാൻഡർവില്ലെ ബംഗ്ലാവിലെത്തി. അവിടെ എത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്നു. സർ സൈമൺന്റെ ശവകുടീരത്തിനടുത്തെത്തി. ആ ശവകുടീരത്തിൽ എഴുതേണ്ട വാക്യങ്ങൾ എന്തായിരിക്കണമെന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യാക്ഷരങ്ങൾ ലൈബ്രറി ജനാലയിലെ വാക്യങ്ങളും കൊത്തിവെക്കാൻ ധാരണയായിരുന്നു. വിർജീനിയ തന്റെ കയ്യിൽ കരുതിയ റോസാപ്പൂക്കൾ കല്ലറയിൽ അർപ്പിച്ചു. കുറച്ചുനേരം അവിടെ നിന്ന ശേഷം അവർ പഴയ പുരോഹിത മഠത്തിന്റെ വരാന്തയിലേക്ക് നടന്നു. അവിടെ വീണുകിടന്ന ഒരു പഴയ തൂണിന്മേൽ വിർജീനിയ ഇരുന്നു. അടുത്ത് ഒരു സിഗരറ്റും പുകച്ച് അവളുടെ സുന്ദരമായ മെഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ ഭർത്താവ്. പെട്ടെന്ന് സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അവളുടെ 2 കൈയും പിടിച്ച് അവൻ പറഞ്ഞു, വിർജീനിയ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഒളിക്കുന്ന ഒരു രഹസ്യവും ഉണ്ടാവരുത്. പ്രിയ സെസിൽ, എനിക്ക് നിന്നിൽ നിന്ന് ഒളിച്ച് ഒരു രഹസ്യവുമില്ല. ഉണ്ട്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആ പ്രേതത്തോടൊപ്പം ആ മുറിയിൽ ആയിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല സെസിൽ, വിർജീനിയ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കറിയാം, പക്ഷേ എന്നോട് പറയണം. ദയവ് ചെയ്ത് എന്നോടത് ചോദിക്കരുത് സെസിൽ, എനിക്കത് പറയാൻ കഴിയില്ല. പാവം സർ സൈമൺ, ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതാണ്. ചിരിക്കല്ലേ സെസിൽ, ഞാൻ ശരിക്കും വാക്ക് കൊടുത്തതാണ്. ജീവിതം എന്താണെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. മരണത്തിന്റെ അർത്ഥവും കാണിച്ചു തന്നു. സ്നേഹം ജീവിതത്തെക്കാളും മരണത്തെക്കാളും ശക്തമാണെന്നും അദ്ദേഹം കാരണം ഞാൻ തിരിച്ചറിഞ്ഞു. ഡ്യൂക്ക് എഴുന്നേറ്റ് ഭാര്യയെ സ്നേഹപൂർവ്വം ചുംബിച്ചു. എനിക്ക് ഹൃദയമുള്ളിടത്തോളം കാലം നിനക്ക് നിന്റെ രഹസ്യം സൂക്ഷിക്കാം, അവൻ പറഞ്ഞു. നിനക്ക് ആ ഹൃദയം എന്നുമുണ്ടാവും സെസിൽ, അവൾ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ നീ നമ്മുടെ കുട്ടികളോടത് പറയില്ലേ വിർജീനിയ, അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. വിർജീനിയ ലജ്ജിച്ച് മുഖം താഴ്ത്തി. കഥ അവസാനിച്ചു. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എന്റെ നന്ദി. അടുത്ത കഥയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും.